ഹായ്, ബിസിനസ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 5 പോയിൻ്റാണ്, അതായത് നമ്മൾ ആദ്യത്തെ 5 പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 6ാമത്തെ പോയിൻ്റ് മുതൽക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ 5 പോയിൻ്റ് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി 6ാമത്തെ പോയിൻ്റ് ലോഫുൾ ഓബ്ജക്റ്റ്. ലോഫുൾ ഓബ്ജക്റ്റ്, വാട്ട് ഈസ് ഓബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ്? ഓബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ് മീൻസ് ഫോർ വാട്ട് വി ആർ കോൺട്രാക്റ്റിംഗ്. എന്തിനാണ് നമ്മൾ കോൺട്രാക്റ്റ്, അതാണ് ഓബ്ജക്റ്റ്. അപ്പോൾ അത് ഓബ്ജക്റ്റ് മസ്റ്റ് ബി ലോഫുൾ, അതർവൈസ് ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡ്. ഓബ്ജക്റ്റ് ലോഫുൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ്, എഗ്രിമെൻറ്റ് വോയിഡ്, ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ ലോഫുൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഓൺലി ലോഫുൾ ഓബ്ജക്റ്റ് ആർ എൻഫോഴ്സിബിൾ. ലോഫുൾ ഓബ്ജക്റ്റ് ആയാലും എൻഫോഴ്സിബിൾ. some agreements court may reject in the first instance. ചില എഗ്രിമെൻ്റ് കോടതി പ്രഥമ ദൃഷ്ട്യാ തള്ളും. അതിനാണ് പറയുക വോയിഡ് എബ് ഇനീഷ്യോ. വോയിഡ് എബ് ഇനീഷ്യോ, പ്രഥമ ദൃഷ്ട്യാ തള്ളും. അതിന് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓബ്ജക്റ്റ് ഈസ് നോട്ട് ലോഫുൾ. ഓബ്ജക്റ്റ് ലോഫുൾ അല്ല. ഇനി ലീഗാലിറ്റി ഓഫ് ഓബ്ജക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വിശദമായിട്ട് അടുത്ത് വരുന്ന ചാപ്റ്ററിൽ ഉണ്ടാവുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒബ്ജക്റ്റ് മസ്റ്റ് ബി ലോഫുൾ. പിന്നെ നെക്സ്റ്റ്, എഗ്രിമെൻറ്റ് നോട്ട് ഡിക്ലെയർഡ്, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് എന്ന് പറഞ്ഞാൽ സം എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് അബ് ഇനീഷ്യോ. ചില എഗ്രിമെൻറ്റ് പ്രഥമ ദൃഷ്ട്യാ വോയിഡാണ്. That is not at all enforceable. Court won't consider that agreement. അതിന് വാദങ്ങൾ പോലും കോടതി കേൾക്കില്ല. അത് വരുന്ന എഗ്രിമെൻ്റാണ്. ഇതൊക്കെ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ട്രേഡ് തടയാനുള്ള എഗ്രിമെൻറ്റ്. ട്രേഡ് ഈസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ. ട്രേഡ്, ഒരാളുടെ കച്ചവടം തടയാനുള്ള എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഒരു കടയിൽ ഒരു മാർക്കറ്റിൽ 4 കടയുണ്ട്. ഞാൻ 5ാമത്തെ കട തുടങ്ങുന്നു, അത് തടയാൻ വേറെ ആൾക്ക് പറ്റില്ല. എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഓർ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. മാരേജ് ഈസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ, റൈറ്റ് ഓഫ് എ മേജർ പേഴ്സൺ. ഒരു മേജറായ വ്യക്തിക്ക് വിവാഹം അവരുടെ അവകാശം, അത് തടയാൻ പറ്റില്ല. ദാറ്റ് ഈവൻ ഇറ്റ് ഈസ് സെയിം കാസ്റ്റ്, ക്രോസ് മാരേജ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് തടയാൻ പറ്റും. എഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. പിന്നെ നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ഇത് ടു പ്രൊക്യൂർ ബ്രോക്കറേജ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. കല്യാണത്തിന് ബ്രോക്കറേജ് വാങ്ങുക, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ദാറ്റ് ഈസ് വാലിഡ്. പക്ഷേ കല്യാണത്തിന് ബ്രോക്കറേജ് വാങ്ങിയാൽ അത് ബ്രോക്കറേജുള്ള പ്രോമിസ് എൻഫോഴ്സിബിൾ അല്ല. ഇനി കൂടുതൽ ആ ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് എടുക്കാം. എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് നോട്ട് ഡിക്ലെയർഡ് വേർഡ്, സം എഗ്രിമെൻറ്റ്സ്. പിന്നെ ഈ വൺ ഓഫ് ദി പാർട്ടീസ് എ മൈനർ, ദാറ്റ് ഈസ് വോയിഡ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആ ടോപ്പിക്ക് വരുമ്പോൾ വിശദമായി എടുക്കാം. ദെൻ നെക്സ്റ്റ്, സർട്ടനിറ്റി ഓഫ് മീനിങ് എന്ന് പറഞ്ഞാൽ അടുത്ത പോയിൻ്റാണ് സർട്ടനിറ്റി ഓഫ് മീനിങ്. ദ മീനിങ് ഓഫ് ദി കോൺട്രാക്റ്റ് മസ്റ്റ് ബി സർട്ടൻ. അതിൻ്റെ അർത്ഥം എന്താ? ആ മീനിങ് ക്ലിയർ ആയിരിക്കണമെന്ന്. ദ എഗ്രിമെൻറ്റ് ഷാൾ നോട്ട് കൺലെയിൻ ഇനി വേഗ് ടേംസ്. എന്താണ് വേഗ് ടേം എന്ന് പറഞ്ഞാൽ? സേ ഐ ഹാവ് 3 cars. ഐ ഓഫർ യു എ കാർ ഫോർ rupees 2,50,000. ഞാൻ ഒരു കാറ് നിങ്ങൾക്ക് 2.5 ലക്ഷം തരാം. ഒരു കാറ് എൻ്റെ ഇന്നോവയാണ്, വേറൊന്ന് ആൾട്ടോ ആണ്. ഇങ്ങനെ ഏതെങ്കിലും 2-3 കാറുണ്ട്. അപ്പോൾ എ കാർ, വിച്ച് കാർ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ മീനിങ് ഈസ് നോട്ട് സർട്ടൻ. അങ്ങനെയായ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല. ദ സർട്ടനിറ്റി ഓഫ് മീനിങ് സർട്ടൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. മീനിങ് മസ്റ്റ് ബി ക്ലിയർ, otherwise that is not enforceable. Meaning must be clear. The next, possibility of performance. That means the event stated in the agreement must be possible for performance. ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞ ഇവൻ്റെ പെർഫോമൻസിന് പോസിബിൾ ആവണം, അത് ചെയ്യാൻ കഴിയണം. ആസ് എ ടീച്ചർ കൺസേൺഡ്, ഞാനൊരു പ്രോമിസ് തരുന്നു, ഐ വിൽ മേക്ക് യു പാസ്. That is not possible. Why? Because as a teacher concerned, I can teach only. It is the university to conduct examination and valuing the script and declare result. I cannot give a promise of sure success. ഞാൻ സഹായിക്കാവുന്ന ഓരേ ഡോക്ടർ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പനി പിടിച്ചു പോയാലും ഡോക്ടർ നോക്കുക, ശ്രമിക്കുക എന്നേ പറയുള്ളൂ. സൂക്കട് മാറ്റിത്തരാമെന്ന് പറയില്ല.
കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. മെഡിക്കൽ എത്തിക്സ് അവർ പഠിക്കുന്ന കാര്യമാണ്, എന്ത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ദാറ്റ് പോസിബിളായ കാര്യം ചെയ്യാൻ പറയാൻ പാടില്ല. അപ്പോൾ ഒരു ഓർ ടു ഫൈൻഡ് ഔട്ട് എ ട്രഷർ ബൈ മാജിക് വഴി നിധി കണ്ടെത്തി തരാമെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിളാണ്. അപ്പോൾ ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി പോസിബിൾ ഫോർ പെർഫോമൻസ്. ദ ഇവൻറ്റ് മസ്റ്റ് ബി പോസിബിൾ ഫോർ പെർഫോമൻസ്. പെർഫോമൻസിന് പോസിബിൾ ആയിരിക്കണം, അത് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ചെയ്യാൻ കഴിയാത്ത കാര്യം പ്രോമിസ് ചെയ്താൽ അത് എന്താവില്ല, കോൺട്രാക്റ്റ് ആവില്ല. ഇനി നെക്സ്റ്റ് ഫോർമാലിറ്റി ആസ് പെർ അതർ ലോസ് എന്ന് പറഞ്ഞാൽ മറ്റ് നിയമങ്ങളുടെ ഫോർമാലിറ്റി. ദാറ്റ് മീൻസ് ആസ് പെർ ദി ലോ ഓഫ് കോൺട്രാക്ട് ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഓറൽ ആവാം, റിട്ടൺ ആവാം, ഓർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഓറൽ ആവാം, റിട്ടൺ ആവാം. ബട്ട് സം അതർ ലോ സ്റ്റേറ്റ്സ് സം എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ചില എഗ്രിമെൻറ്റ് റൈറ്റിംഗിലായിരിക്കണം. ആൻഡ് സം അതർ ലോ സ്റ്റേറ്റ്സ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ആൻഡ് സം ലോ സ്റ്റേറ്റ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആൻഡ് രജിസ്റ്റേർഡ്. റിട്ടൺ, സ്റ്റാമ്പ്ഡ് ആൻഡ് registered. Say for example, under Transfer of Properties Act എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ ഇമ്മൂവബിളായ പ്രോപ്പർട്ടി വെക്കുന്ന ഭൂമിയൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ആധാരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആധാരം എന്ത് വേണം? സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി രജിസ്റ്റർ ചെയ്യണം. റിട്ടൺ, സ്റ്റാമ്പ്ഡ് ആൻഡ് രജിസ്റ്റേർഡ്, അതർവൈസ് ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അതെന്ത് ചെയ്യണം? സ്റ്റാമ്പ്ഡ് ആൻഡ് രജിസ്റ്റേർഡ്. അത് പറഞ്ഞാൽ പോരാ. നേരെ മറിച്ച് നമ്മളൊരു കടയിൽ പോയി സാധനം കടം വാങ്ങുന്ന വെച്ചാൽ ഓറൽ എഗ്രിമെൻറ്റ് ആവാം. അവിടെ നോ നീഡ് ഓഫ് എനി സിഗ്നേച്ചർ എക്സെട്ര മേ ബി ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അണ്ടർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് എഗ്രിമെൻറ്റ് ടു സെയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്, written, stamped and registered. The next, under Companies Act, Memorandum of Association and Articles, Memorandum of Association, Articles of Association, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ്. that must be written, stamped and registered. അതും സ്റ്റാമ്പ്, അത് കമ്പനീസ് ആക്ടിലെ നിയമം. ഇനി മറ്റ് ചില നിയമങ്ങളനുസരിച്ച് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, കേട്ടോ നിങ്ങൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഇതാണ് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഈ 3നും കോമൺ ആയൊരു കാര്യമുണ്ട്, എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എഴുതിയതായിരിക്കണം. ചെക്ക് പറഞ്ഞാൽ പോരാ, ബാങ്കിൽ പോയിട്ട് കുറച്ച് പണം തരുന്നു പറഞ്ഞാൽ പോരാ, ചെക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ ദാറ്റ് മസ്റ്റ് ബി റൈറ്റിംഗ്. അത് സ്റ്റാമ്പ് വേണ്ട, റൈറ്റിംഗ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി സ്റ്റാമ്പ് ചെയ്യണം. അപ്പോൾ മറ്റ് ചില നിയമങ്ങളുടെ ഫോർമാലിറ്റി നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഫോർമാലിറ്റീസ് അണ്ടർ അതർ ലോസ് ഇതെല്ലാം കംപ്ലൈ ചെയ്താലേ കോൺട്രാക്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് എ വാല്യൂ കോൺട്രാക്ട് 10 പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 പോയിൻ്റ് എടുത്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള 5 പോയിൻറ്റും പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. All students must study it very well. ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാത്തുണ്ടാവും. അതായത് ഓഫർ, അക്സെപ്റ്റൻസ്, കപ്പാസിറ്റി, കൺസൾട്ടേഷൻ, ഇതൊക്കെ അടുത്ത് ഓരോ ചാപ്റ്ററായിട്ട് വിശദമായി പഠിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ വരും. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഈ അടുത്ത ക്ലാസ് വരുന്നവരെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഈ എസ്സേ ആരും അൺഇമ്പോർട്ടൻ്റായി കരുതരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾ കോഴ്സ് ഓഫ് ലോ, നോട്ട് ഓൺലി ഫോർ BCom, BCom, LLB, CA, എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത ക്ലാസ് വരെ ബൈ.